ഹായ്, ഞാൻ മുഹമ്മദ് അമാൻ, ഹീലിയസ് ന്യൂറോ ഡെവലപ്മെന്റൽ റിസർച്ച് സെന്ററിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പതോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ മറ്റു മെഡിക്കൽ കണ്ടീഷൻസുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അല്ലാതെ ചുറ്റുപാടുമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമായി വരുന്നത് പേരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഫാമിലി ചൈൽഡ് ഇന്ററാക്ഷൻ. കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റൽ പീരീഡിൽ കുട്ടിയും അതുപോലെ തന്നെ മാതാപിതാക്കളും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ മാതാപിതാക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ആദ്യപടിയാണ്. ഇതിൽ വരുന്ന പോരായ്മകൾ അല്ലെങ്കിൽ ഇതിൽ വരുന്ന പോരായ്മകൾ ഇത് കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. അടുത്തതായി പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ അഥവാ സമപ്രായക്കാരുമായിട്ടുള്ള ഇടപെടൽ. ഇതിലൂടെ മറ്റു കുട്ടികളെ കണ്ട് അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ അവതരണം അനുകരിക്കാനും ഇമിറ്റേറ്റ് ചെയ്യാനും അതിലൂടെ പുതിയ പുതിയ വാക്കുകൾ, സംസാര ശൈലി, അവതരണം എന്നിവ പഠിക്കുവാനും സഹായിക്കുന്നു. പിന്നെ സോഷ്യൽ ഐസൊലേഷൻ. ന്യൂക്ലിയർ ഫാമിലികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. ഇവിടെ പേരൻസ് ബിസി ആകുമ്പോൾ കുട്ടികൾക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതെ കുട്ടികൾ അവരവരുടേതായിട്ടുള്ള സ്പേസിലേക്ക് ഒതുങ്ങി പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സാരമായി ബാധിക്കുന്നു. അടുത്തതായി സ്ക്രീൻ ടൈം. നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികളിൽ അമിതമായ സ്ക്രീൻ എക്സ്പോഷർ, TV അല്ലെങ്കിൽ മറ്റു മൾട്ടിമീഡിയ ഡിവൈസുകളുടെ ഉപയോഗം. ഇതിലൂടെ മിക്ക സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേയുമായി വരുന്ന കുട്ടികളിലും ഈ അമിതമായ സ്ക്രീൻ എക്സ്പോഷർ പേരൻസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സ്ക്രീൻ എക്സ്പോഷറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 2 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പൂർണ്ണമായിട്ടും സ്ക്രീൻ എക്സ്പോഷർ അല്ലെങ്കിൽ മൊബൈൽ യൂസേജ് ഒഴിവാക്കേണ്ടതുണ്ട്. 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മാക്സിമം 20 മിനിറ്റ് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അടങ്ങുന്ന വീഡിയോകൾ നമുക്ക് കുട്ടികളിൽ കാണിച്ചു കൊടുക്കാവുന്നതാണ്. 4 വയസ്സിന് ശേഷം 1 മണിക്കൂറിൽ കവിയാതെ, അതും തുടർച്ചയായ 1 മണിക്കൂർ ആവാനും പാടില്ല, 1 മണിക്കൂർ കവിയാതെയുള്ള സ്ക്രീൻ ടൈമുകൾ നമുക്ക് നൽകാവുന്നതാണ്. ഈ സ്ക്രീൻ ടൈം ഇന്ററാക്റ്റീവ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സാരമായിട്ട് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ ഭാഷാ വളർച്ചയും അവരുടെ സംസാരത്തെയും സാരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പതോളജിസ്റ്റിന്റെ ഹെൽപ്പ് തേടാവുന്നതാണ്.